ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ് കേട്ടോ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് കടമകൾ, അവകാശങ്ങൾ, അങ്ങനത്തെ കുറേ നിർദ്ദേശക തത്വങ്ങൾ ഇതൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. നമ്മുടെ ഭരണഘടനയുടെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു 4 എണ്ണം എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വരും. ഓക്കെ, നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഒന്നാമത്തേത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശങ്ങൾ അല്ലേ. മൗലിക അവകാശങ്ങൾ എന്താണ്? നമ്മൾ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഒരു വ്യക്തിക്ക് എത്ര മൗലിക അവകാശങ്ങളുണ്ട്? 6 മൗലിക അവകാശങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുണ്ട്. ഓക്കെ, ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അവകാശങ്ങളെയാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി കുറച്ച് കർത്തവ്യങ്ങൾ, കുറച്ച് ഡ്യൂട്ടീസ് ചെയ്യണം. അതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. നമുക്ക് ദേശീയ ഗാനം ചൊല്ലുമ്പോൾ എണീറ്റിക്കുക, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഈ പതാകയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുക, വനങ്ങളെ സംരക്ഷിക്കുക, മൃഗങ്ങളെ സംരക്ഷിക്കുക, അങ്ങനെ ഒരുപാട് ഒരുപാട് കർത്തവ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ ചെയ്യണം. അതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെയാണ് നമ്മൾ ഡയറക്റ്റീവ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് മൗലിക കടമകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആണ്. മൗലിക അവകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് നൽകിയിട്ടുള്ള, ഓരോ വ്യക്തിക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിട്ടുള്ള അവകാശങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. ദെൻ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ, നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാലോ ഡയറക്ഷൻ ഗിവൻ ടു ദ സ്റ്റേറ്റ് ടു എൻഷുവർ സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ്. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുന്നതായി രാഷ്ട്രം നൽകിയിരിക്കുന്ന അവകാശങ്ങളാണ്, നിർദ്ദേശങ്ങളെയാണ് നമ്മൾ വിളിക്കുന്നത് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുക. ദെൻ റൂൾ ഓഫ് ലോ. എല്ലാ പൗരനും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതമല്ല. അപ്പോൾ അതായത് തെറ്റ് ചെയ്യുന്നവരൊക്കെ എല്ലാവരും ലോയ്ക്ക് മുമ്പിൽ ലോ അനുസരിക്കേണ്ടവരാണ്, ആരും ഈ നിയമത്തിൽ അതീതമല്ല. ഓക്കെ, ദെൻ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. 18 വയസ്സായ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് യൂണിവേഴ്സൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞാൽ നിശ്ചിത പ്രായം പൂർത്തിയായി എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള റൈറ്റ്. നമ്മളെ ആര് ഭരിക്കണം എന്നുള്ളത് നമ്മളാണല്ലേ ചൂസ് ചെയ്യേണ്ടത്. അതിനുള്ള റൈറ്റ് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിട്ടുണ്ട്. ദെൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി. അതായത് നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു 4 എണ്ണം മസ്റ്റായിട്ട്, 4 or 5 എണ്ണം മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.